രാജ്യത്തെ ആകെ നടുക്കിയ ഭീകരാക്രമണമാണ് ചൊവ്വാഴ്ച ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത്. രാജ്യം ഒറ്റക്കെട്ടായും ലോകരാഷ്ട്രങ്ങളും ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗം ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കനത്ത തിരിച്ചടി നൽകാനും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ച് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു പഹൽഗാമിലേത്. ഒരു മലയാളി അടക്കം 26 സാധാരണക്കാരെയാണ് ഭീകരർ കൊന്നു തള്ളിയിരിക്കുന്നത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വിദേശ ശക്തികളെ നിയന്ത്രിക്കുന്ന ഭീകരരാണ് ഇതിനു പിന്നിൽ. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ പങ്ക് ഇക്കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പാക് സ്വദേശികളും അവിടെ പരിശീലനം ലഭിച്ച പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിന്റെ തുടർച്ചയായി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾ കുറയ്ക്കാനും സിന്ധു നദീജല കരാറ് മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ജാഗ്രതയോടെ നിലകൊള്ളാൻ സൈന്യത്തോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുന്ന പാകിസ്ഥാൻ പ്രകോപനവും യുദ്ധാന്തരീക്ഷവും സൃഷ്ടിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എവിടെയായിരുന്നാലും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. ഒപ്പം ഇത്രയും ഭീകരമായ ആക്രമണത്തിലേക്ക് നയിക്കാൻ ഇടയായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണോ എന്നുള്ള കാര്യം ഗൗരവത്തോടെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെ പറ്റി BJP നേതാവും അന്നത്തെ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഉണ്ടായ പുൽവാമയിലെ ഭീകരാക്രമണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുക തന്നെയായിരുന്നു BJP അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനും സേനാ വിഭാഗങ്ങൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പ് സുരക്ഷാ സേനയും സർക്കാരും ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. കശ്മീർ പോലെ ഒരിടത്ത് ജനങ്ങളുടെ ഓരോ ചലനവും സർക്കാരിന് അറിയാൻ കഴിയുന്ന ഇക്കാലത്ത് രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടിയോ എന്നതും കിട്ടിയില്ല എങ്കിൽ എന്തുകൊണ്ട് എന്നതും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് പഹൽഗാം. ഇത്രയും ദൂരം താണ്ടി ഭീകരർ ഇവിടെ എത്തി തയ്യാറെടുപ്പ് നടത്താൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. വനം മേഖല ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ഒരുവിധ സുരക്ഷയും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിലും ഇന്റലിജൻസ് സംവിധാനങ്ങളിലും ഉണ്ടായ പാളിച്ചയാണ് ഭീകരാക്രമണത്തിന് ഇടയാക്കിയിട്ടുള്ളത്. 10 മാസത്തിനിടയിൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ അരങ്ങേറിയിട്ടും ഫലപ്രദമായി ഇടപെടാൻ സംസ്ഥാന പോലീസിനെയും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. 2014 മുതൽ രാജ്യസുരക്ഷയെ കുറിച്ച് വാചാലനാകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെട്ടിമുറിച്ച് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായതോടെ തീവ്രവാദം കുറഞ്ഞ് ജമ്മു കശ്മീർ സാധാരണ നിലയിലെത്തി എന്നതാണ് മോദി അമിത്ഷാ സഖ്യം അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ചൊവ്വാഴ്ചത്തെ സംഭവം വ്യക്തമാക്കുന്ന കാര്യം. സുരക്ഷാ വീഴ്ചയുടെ ധാർമ്മികവും ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും മോദി സർക്കാരിന് തന്നെയാണുള്ളത്. മോദി അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ആത്മവിശ്വാസം തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിർത്തി സംരക്ഷിക്കുകയും ജമ്മു കശ്മീരിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ട BSF, CRPF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്താൻ തയ്യാറായില്ല. ആധുനിക പരിശീലനം നൽകി യുദ്ധമുഖത്തേക്ക് അയക്കേണ്ട കര, വ്യോമ, നാവിക സേനകളിൽ അഗ്നിവീർ എന്ന പേരിൽ കരാർ നിയമനം നടപ്പാക്കിയത് സേനയുടെ ആത്മബലത്തെ തന്നെയാണ് തകർത്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇപ്പോൾ ഇല്ല. കരസേനയിൽ മാത്രം 1,80,000 അംഗങ്ങളുടെ കുറവാണുള്ളത്. അർദ്ധസൈനിക വിഭാഗങ്ങളിലും 10,000 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രശ്നങ്ങളെ ഗൗരവത്തോടെ സമീപിക്കുന്നതിന് പകരം ഭീകരാക്രമണത്തിന്റെ മറവിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരും സംഘപരിവാറും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആക്രമണം നടന്ന ജമ്മു കശ്മീർ സന്ദർശിക്കുന്നതിന് പകരം മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ സന്ദർശിക്കാനാണ് വ്യാഴാഴ്ച മോദി സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഭീകരരെ ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം കശ്മീർ താഴ്വരയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തിനും സുരക്ഷയ്ക്കും വിശ്വാസത്തിനും പ്രാധാന്യം നൽകിയും വിഭജന രാഷ്ട്രീയം ഉപേക്ഷിച്ചും എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രമിക്കേണ്ടത്.